ദേശാഭിമാനികളെ, പ്രേക്ഷകരെ, ശ്രോതാക്കളെ, വീണ്ടും അന്തർധാരയുടെ ഒരു പുതിയ ലക്കത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വാരം നടന്ന സംഭവ പരമ്പരകളെ നമ്മൾ സാമാന്യേന അപഗ്രഥിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. അടിമത്വത്തിൽ അറിയാതെ ആണ്ടുപോയ ഇന്ത്യ നിരന്തരമായ നിവർത്തന മോഹങ്ങൾ പ്രകടിപ്പിച്ചുവെങ്കിലും ആ നിവർത്തനം ആക്കാൻ സാധിച്ചത് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം എത്തിയ നീണ്ട കാലത്തെ സമരങ്ങളിലൂടെ, വിട്ടുവീഴ്ചയില്ലാത്ത മുന്നേറ്റങ്ങളിലൂടെ അത് നേടിയെടുക്കാൻ സാധിച്ചതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോടിക്കണക്കിന് ആളുകളുടെ വിലാപങ്ങളും ആലാപങ്ങളും ദുഃഖങ്ങളും അവശതകളും ഖിന്നതകളും ദാരിദ്ര്യ അവസ്ഥകളുമൊക്കെ നിലനിന്നിരുന്ന ഇന്ത്യയിൽ അതിനു മാറ്റം വരുത്താൻ ഇന്ത്യൻ ജനതയുടെ മൗലികാവകാശമായ, ലോകത്തെവിടെയുമുള്ള ജനങ്ങളുടെ മൗലികാവകാശമായ, ജന്മാവകാശമായ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ തീവ്രമായി പ്രയത്നിച്ച് വിജയം വരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് രാഷ്ട്രീയമായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ഭരണം BJP കയ്യിലാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. BJPയെ നിയന്ത്രിക്കുന്നത് BJP ഹെഡ് മാസ്റ്റർ അഥവാ പ്രിൻസിപ്പൽ RSS ആണെന്നും ഞങ്ങൾക്കറിയാം. അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ആ വിഷയത്തെ അപഗ്രഥിക്കാനോ കടന്നു കയറാനോ പ്രത്യാക്രമണം നടത്താനോ അനാവശ്യമായി ശ്രമിക്കുന്നില്ല. RSSൻ്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്ക്വാഡ് വർക്കേഴ്സാണ് വാസ്തവത്തിൽ BJP എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അത് അവരുടെ രീതിയാണ്. അത് അവർക്ക് തുടരാവുന്നതും ചെയ്യാവുന്നതും ആണ്. അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതും സത്യമാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാർക്ക് പ്രതികരിക്കാനുള്ള അവകാശം അതുകൊണ്ട് നഷ്ടപ്പെടുത്തില്ല. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ഒരു രാഷ്ട്രീയ സത്യം പറഞ്ഞു. ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, അദ്ദേഹം ഇപ്പോൾ ഭാരതീയരുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം BJP നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഇടപെടാം, പലതും ചെയ്യാം, പലതും പറയാം. പക്ഷേ അതോടൊപ്പം അദ്ദേഹം ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ പാരമ്പര്യത്തിനും അന്തസ്സിനും അവരുടെ വൈകാരിക ക്ഷമതയ്ക്കും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതും പറയേണ്ടതും. അത് ജനങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. ട്രംപ് അമേരിക്ക എന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയുടെ ഭരണാധികാരിയായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറെ പോലെ പെരുമാറാൻ പാടില്ല നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ വലിപ്പത്തിനും ചേർന്നതല്ല, നമ്മുടെ ജനതയുടെ വലിപ്പത്തിനും മാന്യതയ്ക്കും അത് ചേർന്നതല്ല. ഫാൻസി ഡ്രസ്സ് കളിക്കുന്നത് പോലെ, പ്രച്ഛന്നവേഷം ആടുന്നത് പോലെ കൂടെ മാറിയും തിരിഞ്ഞും എന്തു വന്നാലും അവസാന അഭയം ട്രംപാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നതും നമ്മുടെ ജനതയ്ക്ക് അപമാനമാണ്. ജനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ് ബഹുമാന്യനായ മോദി.
അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവും ഉത്തരവാദിത്വമുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നെഹ്റു പരമ്പരയുടെ 7ാം തലമുറയുടെ കരുത്തരായ പോരാളിയാണ് എന്നൊന്നും ഞങ്ങൾ വീണ്ടും അസർട്ടൈൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഭയക്കരുത്, സങ്കോചിക്കരുത്, ചൂളിപ്പോകരുത്, ട്രംപിൻ്റെ മുമ്പിൽ വിറച്ചു പോകരുത് എന്ന സതുദ്ദേശമാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത്. അത് നമ്മുടെ ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ ഇൻസൾട്ട് ചെയ്യാനല്ല, ചെറുതാക്കാനല്ല, ചരിത്രത്തിൻ്റെ മുമ്പിൽ കൊച്ചാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊച്ചാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കില്ല, അനുവദിക്കില്ല. അതിന് കാരണം ഒരു ശക്തമായ ഭരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കണമെങ്കിൽ അതിശക്തമായ ഒരു പ്രതിപക്ഷം കണ്ണു തുറന്ന് കാതു കൂർപ്പിച്ച് സംഭവങ്ങളെ കേൾക്കുകയും കാണുകയും വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം. That's a right, it's a fundamental right of the civilian society and the democratic society. ജനാധിപത്യത്തിൻ്റെയും പൗരജീവിതത്തിൻ്റെയും അതിപ്രധാനമായ ഒരു ഘടകമാണ് ഭരണകക്ഷിയെപ്പോലെ തന്നെ പ്രതിപക്ഷവും. അപ്പോൾ പ്രതിപക്ഷം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെ അസ്വസ്ഥതയല്ല പ്രകടിപ്പിക്കേണ്ടത്. സർവത്ര ഏകാധിപതിയായി ഒരു കാലത്ത് മാറേണ്ടി വന്ന സർ CP രാമസ്വാമി അയ്യർ പോലും പ്രതിപക്ഷത്തിൻ്റെ കർശനവും സത്യസന്ധവും വിലമതിക്കേണ്ടതും ആയ വിമർശനങ്ങളെ അദ്ദേഹം പ്രത്യേകം എടുത്ത് പാറ്റിക്കൊഴിച്ച് അപഗ്രഥിച്ച് മാന്യതയോടെ ആ വിമർശനങ്ങളെ കാണുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏകാധിപത്യത്തിന് പോലും സഹിഷ്ണുത അനിവാര്യമാണ്, കേൾക്കാനുള്ള ക്ഷമ അനിവാര്യമാണ്, അത് പരിശോധിക്കുവാനുള്ള ക്ഷമത അനിവാര്യമാണ്. ഇക്കാര്യങ്ങൾ അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ ഇരിക്കുമ്പോൾ മറക്കാൻ പാടില്ല. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ശത്രുവായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. ജനാധിപത്യം ആഗ്രഹിക്കുകയും വിലയിരുത്തുകയും പരിഗണിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നില്ല എന്ന പരാതിയാണ് പറയുന്നത്. ഒരു അടിമരാജ്യത്തിലെ കാര്യസ്ഥൻ്റെ ബലഹീനത അദ്ദേഹത്തിന് വന്നുകൂടാ. ട്രംപ് അമേരിക്ക എന്ന വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, കരുത്തനായ നേതാവാണ്. പക്ഷേ അത് അമേരിക്കയിൽ, ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയാണ് വലുത്. നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരാളിൻ്റെ മുമ്പിൽ ചൂളുന്നത് നമുക്ക് അസൗകര്യമാണ്, നമുക്ക് ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറിയ കാര്യം ഞാൻ ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലൂടെ കടന്നു കയറി തൻ്റെ കരുത്ത് കാണിക്കാൻ ഈ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് 7ാം കപ്പൽപ്പടയെ ഇരപ്പിച്ച് കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്, ശ്രീമതി ഇന്ദിരാഗാന്ധി. സ്ത്രീത്വത്തിൻ്റെ ശക്തി പൂർണ്ണത, വ്യക്തിത്വത്തിൻ്റെ ശക്തി പൂർണ്ണത, കരുത്തിൻ്റെ കർമ്മകാണ്ഡവും ശക്തിപൂർണതയുമായിരുന്ന ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി പറഞ്ഞു അനുവദിക്കില്ല, നടക്കില്ല, വിഡ്രാ ചെയ്യണം എന്ന് പറഞ്ഞു. അവരാദ്യമൊക്കെ ഒന്ന് ആടിയും ഒന്ന് കയർത്തും കസർത്ത് കാണിച്ചുമൊക്കെ നോക്കി. ഇന്ദിരാഗാന്ധി വിരൽ ചൂണ്ടി പറഞ്ഞു, 7ാം കപ്പൽപ്പട നമ്മുടെ സമുദ്ര അതിർത്തിയിൽ കടന്നാൽ തിരിച്ചു പോകുന്നത് വെള്ള തുണി പുതപ്പിച്ചായിരിക്കും എന്ന് പറഞ്ഞു. പറയേണ്ടി വരുന്നത് അതിനാണ് ജെന്യുവിൻ ഹീറോയിസം, അത് അസലായ തൻ്റെ ഇടം. ആ അസലായ തൻ്റെ ഇടം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണം.
എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്വമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അത് ക്ഷമിക്കാനാകാത്ത കുറ്റമൊന്നുമല്ല. അത് രാഷ്ട്രീയത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യവും അല്ല. പ്രധാനമന്ത്രിക്ക് ഫയലൊപ്പിടാനുള്ള അധികാരമുണ്ട്. ആ അധികാരം എല്ലാ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിന് ഇല്ല. പക്ഷേ അതിപ്രധാനമായ കാര്യങ്ങളിൽ, രാജ്യം അറിയേണ്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് തൊട്ടടുത്ത അധികാരം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നുകൂടി ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി കാണേണ്ടതും വിലയിരുത്തേണ്ടതും ആണ്. രാഹുൽ ഗാന്ധിയെ ഒരു പൊളിറ്റിക്കൽ ന്യൂസൻസ് ആയിട്ടാണ് നമ്മുടെ ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തുന്നത്. അത് അധികാരത്തിൻ്റെ അഹംഭാവമെന്ന് പറയാം, അഹന്തയെന്ന് പറയാം, പെരുപ്പം എന്ന് പറയാം, പ്രമാണിത്വം എന്ന് പറയാം, ഒരു എക്സ്ട്രോർഡിനറി മികവിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാം. ഞാനതൊന്നും പറയുന്നില്ല. അതിനും അപ്പുറം പറയേണ്ടതാണ് ഇന്ത്യൻ ജനതയുടെ സംസ്കാരം. പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടല്ലോ, അത് ഭരണഘടന നൽകിയ അധികാരമാണ്. അതേ അധികാരമാണ് പ്രതിപക്ഷ നേതാവിന് കുറേ അധികാരങ്ങൾ ഉള്ളത്. അതും നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അധികാരമാണ്. ഭരണഘടനയുടെ 2 ഡയസുകളാണ് പ്രധാനമന്ത്രിയുടേതും പ്രതിപക്ഷ നേതാവിൻ്റെയും. ആ നിലയ്ക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നമുക്ക് വേണ്ടത് എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കരുത്ത് കാണിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ആദ്യം പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. BJPയുടെ ദേശീയ സമ്മേളനം കൂടി പ്രധാനമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയുടെ പിറകിലുണ്ടെന്ന്. പാകിസ്ഥാനുമായി ഒരു യുദ്ധം നടന്നപ്പോൾ, അടുത്ത കാലത്തന്നെ, മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോൾ ആ ഐക്യദാർഢ്യം പ്രധാനമന്ത്രിക്ക് നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒക്കെ നിദ്രയിലായിരുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അദ്ദേഹം പറയുന്നത് കൂടി ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്ന കരുത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഉണ്ടാകേണ്ടതാണ്. ദാറ്റ് ദ സ്റ്റൈൽ ഓഫ് ദി ഡെമോക്രസി. ദ ടോളറൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഡെമോക്രസി. ജനാധിപത്യത്തിൽ സഹിഷ്ണുത, ക്ഷമ, ക്ഷമത, ഇതെല്ലാം ഇത് രണ്ട് വാക്കാണ്. അത് ഒരു പ്രധാനമന്ത്രിക്ക് നിർബന്ധമാണ്. പ്രധാനമന്ത്രിക്ക് എല്ലാ പൊതുപ്രവർത്തകർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് അനാവശ്യമായി ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ അപഹേളിക്കാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ ദുർഭൂതമായിട്ട് രാഹുൽ ഗാന്ധിയെ വിലയിരുത്തരുത്. അത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മാന്യതയ്ക്കും എതിരാണ് എന്ന് ഈ അവസരത്തിൽ ഏറെ പ്രതിപക്ഷ ബഹുമാനത്തോടെ ആദരവോടെ സൂചിപ്പിക്കുകയാണ്. തൊട്ടടുത്ത കാലത്ത്, അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നല്ലോ. അതിപ്രശസ്ത നടന്മാരുടെ പട്ടികയിലേക്ക് ഉയരുന്ന തമിഴ്നാട്ടിൻ്റെ ഒരു പ്രധാന നടനാണ് ശ്രീ വിജയ്. അദ്ദേഹം പങ്കെടുക്കാൻ എത്തിച്ചേർന്ന കരൂരിലെ, മദ്രാസിലെ കരൂരിലെ ഒരു മഹാസമ്മേളനത്തിൽ ജനാധിപത്യത്തിൻ്റെ കൂമ്പ് അടയ്ക്കുന്ന, ജനാധിപത്യത്തിൻ്റെ ഹൃദയം മരവിപ്പിക്കുന്ന, ജനാധിപത്യത്തിൻ്റെ കണ്ണുകളെ മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചികമായ സംഭവം നടന്നു. ആ സംഭവത്തെ പ്രാദേശിക സമിതികളോ സംസ്ഥാന സമിതികളോ അല്ല അന്വേഷിക്കേണ്ടത്.
CBI ആണ് അന്വേഷിക്കേണ്ടത് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് അന്തർധാരയാണ് എന്ന് ഓർക്കുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് അത്യന്തം ശ്ലാഘനീയമാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണ് എന്ന് ഭരണാധികാരികൾ ആവർത്തിച്ച് പറയുമ്പോഴും ജനാധിപത്യ ധ്വംസനം വേലി പൊളിച്ചരങ്ങേറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജകീയ അവസ്ഥയുണ്ടല്ലോ, ഏകാധിപത്യത്തിൻ്റെ പെരുമ്പറയും കൂട്ടി നമ്മെ എഴുന്നള്ളിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ മനസ്സ്. ആ മനസ്സ് അറിയാതെ ഭരണകൂടങ്ങളിലേക്കും ഭരണാധികാരികളിലേക്കും ഇഴഞ്ഞു കയറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ലോക്കൽ ഏജൻസികൾക്കോ അന്വേഷിച്ചാൽ പരിഹാരം സത്യസന്ധമായി കണ്ടെത്താനോ, വിളവ് തിന്നത് ആരാണ്, മേയാൻ വന്ന കാലികളാണോ, കാലികളകത്ത് കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയ വേലികളാണോ, വേലിയാണോ വിളവ് തിന്നത്, വേലി പൊളിച്ചു കടന്ന നാൽക്കാലികളാണോ വിളവ് തിന്നത് എന്നറിയണമെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ അന്വേഷിക്കാൻ അധികാരമുള്ളൊരു ഏജൻസി അന്വേഷിക്കണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും മാറും. അത്തരം ഏജൻസികൾ അന്വേഷിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളിൽ നിൽക്കുന്ന ഒരു ഏജൻസി അല്ല അന്വേഷിച്ചത് എന്ന വിശ്വാസം. മറ്റൊന്ന്, കുറേ കൂടെ ഒരു ഓപ്പൺ സ്പേസ് ഉള്ള ഒരു അന്വേഷണ ഏജൻസി വന്നല്ലോ എന്ന ഒരു ആത്മവിശ്വാസം. ദാറ്റ് മീൻസ് ദി സ്ലൈറ്റ് കോൺഫിഡൻസ്. ആ ആത്മവിശ്വാസവും ആ ശുഭപ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടാകും. കരൂർ സംഭവം CBI അന്വേഷിക്കണം എന്ന നിലയിൽ എത്തിച്ചേർന്നതും ആ തീരുമാനവും അത്യന്തം അഭിനന്ദനാർഹമാണ്. ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യത്തിൽ അധികാരം വെട്ടിപ്പിടിക്കാൻ, വേട്ടയാടി പിടിക്കാൻ, ആരെ കൊല്ലാനും അറപ്പില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളുടെ ഭാഗം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൽ മറ്റൊരു സംസ്കാരമുണ്ട്. ഒരു മഹായുദ്ധത്തിൽ, പോരാട്ടത്തിൽ ജയിച്ച് ശവശരീരങ്ങൾ നദികളിലൂടെ കരിയില മഴയത്ത് കുത്തുവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് പോലെ കബന്ധങ്ങൾ വേർതിരിക്കപ്പെട്ട ശിരസ്സുകളും വെള്ളത്തിലൂടെ ഇങ്ങനെ മത്സരിച്ചൊഴുകി പോകുന്നത് കണ്ട് വിജയം മുഴുവൻ തൻ്റേതായി മാറിയ ശേഷമാണ് അശോകൻ്റെ മനസ്സ് വെമ്പിയത്, വിങ്ങുമുട്ടിയത്, വിഭ്രാന്തമായത്. അദ്ദേഹം ഉറക്കെ പറഞ്ഞത്, ഇനിയും ഞാൻ പോരാടി വെട്ടിപ്പിടിക്കും ഈ ലോകം മുഴുവനും എന്നല്ല, കാണി കരുണ കൂടാതെ അസംഖ്യം സമപ്രാണികളെ കഷണിപ്പിച്ച് കയ്യൂക്കു കാണിച്ച് വാച്ച വിഭവ ഗർവം പൂണ്ട് വാണു സുഖിക്കയും വേണ്ട എനിക്കിനി, തേരുകൂടാതെ ഞാൻ തെരുതെരെ പാദചാരിയായി ഭൂമിയിൽ സഞ്ചരിക്കുമെന്നാണ് തീരുമാനമെടുത്തത്. അത്തരം തീരുമാനങ്ങളെടുത്ത ഭരണാധികാരികളുടെ വംശപരമ്പരയുള്ള രാജ്യമാണ് ഭാരതം. ഇവിടെ കാരുണ്യം, ദയ, ദാക്ഷിണ്യം, വിട്ടുവീഴ്ച ഇതെല്ലാം ചേർന്ന ഒരു സമ്മിശ്ര സംസ്കാരമാണ് നമ്മുടേത്. നിർഭാഗ്യവശാൽ അധികാരത്തിൻ്റെ ഗോപുരങ്ങളിലോ അതിൻ്റെ ഏണിപ്പടികളിലോ എത്തിക്കഴിയുമ്പോൾ ഭരിക്കാൻ വരുന്നവർ ഇതൊക്കെ അങ്ങ് മറക്കുകയാണ്. ഏതു നീചപ്രവൃത്തിയും അധികാരത്തെ ഉറപ്പിക്കുന്നതിൻ്റെ മരുന്നായി അവർ കാണുകയാണ്. അത് ക്രൂരമാണ്. അധികാരം എന്തും ചെയ്യാനുള്ളതാണ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. അത് വ്യാപകമാവുകയാണ്. മദ്രാസിലെ 1045 മനുഷ്യ ജീവൻ അപഹരിക്കുകയും
അനവധി ആളുകൾക്ക് വലിയ പരിക്ക് സംഭാവന ചെയ്യുകയും ഒട്ടേറെ ആളുകൾക്ക് ജീവിതത്തിൽ ഒടുങ്ങാത്ത ക്ലേശം വിളമ്പുകയും ചെയ്ത ആ ദുരന്തത്തിൻ്റെ കാര്യകാരണ സഹിത പഠനത്തിന് CBI നിയോഗിച്ചത് സുപ്രീം കോടതി ചെയ്ത ഔചിത്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ് തോറ്റിട്ടില്ല, ഒരു ഗവൺമെൻറ്റും തോറ്റിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നതാണ് ഔചിത്യം. ആ ഔചിത്യത്തെ ബഹുമാനിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിൽ ഇപ്പോൾ അങ്ങുമിങ്ങും നടക്കുന്ന ഒരു കൊച്ചു വർത്തമാനം ഒരുപക്ഷെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു റവന്യൂ നിയമ പരിഷ്കാരം അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ വിപ്ലവാത്മകമായ ഒരു പരിഷ്കാരം ശ്രീമതി ഗൗരിയമ്മ, ബഹുമാന്യായ ഗൗരിയമ്മ 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും പിന്നീട് അത് പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീ രാജൻ സാമാന്യന മാന്യത പുലർത്തി പെരുമാറുന്ന ഒരു മന്ത്രിയാണ്. അങ്ങനെ അല്ലാത്ത മന്ത്രിമാരുണ്ടെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ, ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെയും മറികടന്ന് തയ്യാറാക്കി കൊണ്ടുവച്ച നോട്ടാണോ, പാർട്ടി വേണ്ടവണ്ണം പഠിക്കാതെ എടുത്ത തീരുമാനമാണോ, LDF ചർച്ച ചെയ്യാത്ത തീരുമാനമാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു ബില്ലും നിയമവും ഒക്കെ വരുമ്പോൾ പാർട്ടികൾ ചർച്ച ചെയ്യാറുള്ളത്. ഇവിടെ എന്താണ് വിഷയം? ഇപ്പോൾ ഭൂമി റീസർവേ ആരംഭിച്ചിരിക്കുകയാണ്, ഒരു പുനർ സർവേ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, സാമാന്യന നല്ല കാര്യം. നല്ല കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഫലം അനുഭവത്തിൽ എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നല്ല കാര്യമോ ചീത്തക്കാര്യമോ എന്ന് പറയേണ്ടത്. കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഭൂനിയമവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിക്കെതിരെ, മുതലാളിക്കെതിരെ, പുരോഹിതനെതിരെ, രാജാധികാരത്തിനെതിരെയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം സംസാരിച്ചവരാണ്. അവർ ബില്ലൊക്കെ അവതരിപ്പിച്ചു. ജന്മി കുടിയാൻ ബന്ധങ്ങൾ മാറ്റി എഴുതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. മാറ്റി ആർക്ക് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല. ഭൂനിയമം വന്നപ്പോൾ തോട്ടമാക്കാനുള്ള ഭൂമി വിട്ടുകിട്ടി. ആർക്ക്? കോടീശ്വരന്മാർക്ക്. റബ്ബർ തോട്ടങ്ങൾ റിലീസ് ചെയ്തു, അതൊക്കെ എക്സെപ്റ്റ് ചെയ്തു ഭൂനിയമത്തിൽ നിന്ന്. കശുമാൻ തോട്ടങ്ങൾ ചെയ്തില്ല, വേണ്ട പോലെ ചെയ്തില്ല. കേരളമാണ് ഈ സംസ്ഥാനമെങ്കിലും നാളികേര തോപ്പുകൾ അതിൽ നിന്ന് വിട്ടില്ല. അവർക്ക് രക്ഷപ്പെടാൻ ഒത്തില്ല. അതിപ്രധാനമായൊരു കാർഷിക മേഖലയാണ് മരച്ചീനി, കപ്പകൃഷി. ആ മേഖലയെ ഗൗനിച്ചില്ല. അതൊക്കെ ദാരിദ്ര്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റിയ വലിയ സേവനം ചെയ്ത ഒരു മേഖലയാണ്. അതൊക്കെ നിസ്സാരമായി കളഞ്ഞു പോട്ടെ. അതൊക്കെ കൊച്ചു കാര്യങ്ങൾ അഥവാ വലിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാകുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ നിയമം ബില്ല്, അത് സെലക്ട് കമ്മിറ്റിക്കോ അതുപോലെയുള്ള പരിശോധനാ സമിതികൾക്കും ഒക്കെ വിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞത്. ഭൂമി അളക്കുമ്പോൾ കൈവശക്കാരൻ്റെ കയ്യിൽ അവരുടേതല്ലാത്തതും അധികമായി ഉള്ളതും അത് ഏത് അയൽക്കാരൻ പാവപ്പെട്ടതിൻ്റെതാണെങ്കിലും അത് അവർക്ക് പതിച്ചു കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അധികാരം ഒരു മന്ത്രിക്ക് ഉപയോഗിക്കാമോ ജനാധിപത്യത്തിൽ? ആയിരക്കണക്കിന് പാവപ്പെട്ടവൻ്റെ 10 സെൻറ്റും 15 സെൻറ്റും 20 സെൻറ്റും 25 സെൻറ്റും കരപ്രമാണിമാരും കയ്യൂക്കുള്ളവരുമൊക്കെ കയ്യേറി വച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നമ്മുടെ സിവിൽ കോടതികളിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ, ഇത് മാത്രമല്ല, 10,000-കണക്കിന് കേരളത്തിലെ ആരാധനാലയങ്ങളുടെ ഭൂമി അനവധി മിടുക്കന്മാർ കയ്യേറി വച്ചിട്ടുണ്ട്. അപ്പോൾ അളവിൽ കൂടുതലുള്ള ഭൂമി കൈവശക്കാരന് പതിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ ആരാധനാലയങ്ങളിൽ അവരുടെ ഭൂമി ഇതോടെ ശാശ്വതമായി അവർക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. ഈ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആരാണ്? വളഞ്ഞു വച്ചിരിക്കുന്ന ആരാണ്? കയ്യൂക്കുള്ളവൻ, ആസ്വാധീനമുള്ളവൻ, അല്പം രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ, കുറച്ച് നാട്ടുപ്രമാണി, കുറച്ചൊക്കെ ആള് സംഘടിപ്പിച്ച് അട്ടഹാസം ഉണ്ടാക്കാൻ കഴിയുന്നവൻ. ഈ തമ്പുരാന്മാരുടെ കയ്യിലാണ് ഈ ഭൂമി കയ്യേറ്റം നടന്നിട്ടുള്ളത്. ആരുടെ ഭൂമി? ജനങ്ങൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു കാലത്ത് അവരുടെ ഭൂമിയിൽ നിന്ന് 5ഉം 10ഉം സെൻറ്റ് വീതം കൂട്ടിച്ചേർത്ത് 5 ഏക്കർ, 10 ഏക്കർ, 8 ഏക്കർ, 2 ഏക്കർ, 4 ഏക്കർ, 3 ഏക്കർ, 1 ഏക്കർ ഇങ്ങനെയൊക്കെ പല ആരാധനാലയങ്ങളുടെയും സൗകര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. അത് ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്തതാണ്. അന്ന് മൺകശാലകൾ, മൺമതിലുകൾ ഒക്കെ കെട്ടി നന്നായിട്ട് വിട്ടുകൊടുത്താണ്. കാലക്രമേണ മഴ വന്നപ്പോൾ, കാറ്റ് വന്നപ്പോൾ പല മതിലുകളും പൊളിഞ്ഞു വീണല്ലോ. നമ്മുടെ രാജ്യത്ത് മതിൽ പൊളിപ്പാണ് ഏറ്റവും വലിയ കാര്യം നടന്നത്. ഇതോടെ അടുത്ത പര്യടനത്തിൽ നിന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, നിൻ്റെ ആവശ്യത ഞാൻ മാറ്റിത്തരാം. 50 അടി വീതി, 200 അടി നീളം ഒരാൾ കയ്യേറി, വേറൊരാൾ 50 അടി നീളം 25 അടി വീതി കയ്യേറി, വേറൊരാൾ 40 അടി നീളം 30 അടി നീളം കയ്യേറി. ഇങ്ങനെ ആരാധനാലയങ്ങളുടെ ഭൂമി മുഴുവൻ പലരായി കയ്യേറി. ആരാധനാലയങ്ങൾ സമൂഹത്തിൻ്റെയാണ്. A deity is an individual according to law. അതൊക്കെ അറിയുന്നയാളാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. മാത്രമല്ല, ഇതങ്ങ് പതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇനി കേരളത്തിൽ 1 ഇഞ്ച് സർക്കാർ ഭൂമി വേറെ വേണ്ടെന്നാണോ? പൊതു ആവശ്യങ്ങൾക്ക് എടുക്കാനും ഉപയോഗിക്കാനുമുള്ള 1 ഇഞ്ച് ഭൂമി കേരളത്തിൽ ബാക്കി കിടക്കരുത് എന്നാണോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? കേരളത്തിലെ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികർ, ആദരണീയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യം ശ്രദ്ധയോടെ നോക്കി ഈ അന്യായമായ, അക്രമാധിഷ്ഠിതമായ, അതിക്രൂരമായ ഒരു ഒഫീഷ്യൽ കയ്യേറ്റമാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ക്രൂരമായ ഈ ബില്ലുണ്ടല്ലോ, ഏതോ യജമാനന്മാർക്ക് വേണ്ടിയുള്ള ഒരു സേവയാണ്. കയ്യേറ്റ തമ്പുരാന്മാർക്ക് വേണ്ടിയുള്ള സേവയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം ഒന്ന് ദയവായി പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിനയത്തോടെ ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അന്തർധാര ജനങ്ങൾക്ക് ഐശ്വര്യം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.